ഇടയ്ക്ക് വെച്ച് എൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടായിപ്പോയി. അപ്പോൾ ദൈവവുമായി നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം തിരികെ സ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പാപമോചനത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ പാപമോചനം എന്ന് പറയുന്ന വീണ്ടെടുപ്പ് ഇസ്രായേലിനാണ് ആദ്യമുള്ളത്. പിന്നെ ഇസ്രായേലിന് മാത്രമല്ല ഉള്ളത്, മാനവരാശിക്ക് മുഴുവനും ഉണ്ട്. മനുഷ്യർ ആരൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നു, ആരൊക്കെ ദൈവവുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നു, ആർക്കൊക്കെ ദൈവത്തെ തിരിച്ചറിയണോ, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക്, ഉണ്ടായിരുന്ന ബന്ധത്തിലേക്ക് തിരിച്ചു വരണോ, അതിനൊക്കെ എല്ലാവർക്കും പാപമോചനം ആവശ്യമാണ്. ആ പാപമോചനത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അതിന്റെ ശിക്ഷയായ മരണം തന്റെ ശരീരത്തിൽ സഹിച്ച് മരണപ്പെട്ടത്. വഹിച്ചു എന്ന് പറയുമ്പോൾ പാപങ്ങളൊന്നും കർത്താവിന്റെ മേലെ ഇട്ടില്ല. കർത്താവ് പരിശുദ്ധനായിരുന്നു. കർത്താവ് പാപത്തിന്റെ ശിക്ഷയാണ് നിങ്ങൾക്കും എനിക്കും പകരമായിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരുടെ എല്ലാവരുടെയും വെറുപ്പ് തൻ്റെ മേലെ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരോട് ക്ഷമിക്കുകയാണ്. പിതാവ്, ഇവരെന്ത് ചെയ്യുന്നു ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇനി മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ്. ദൈവമേ, അവരോട് ക്ഷമിക്കണമേ. അവൻ സാക്ഷാൽ ഇസ്രായേലിനുമാണ്, ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. മാത്രമല്ല മാനവരാശിയുടെ മുഴുവനും റെപ്രസെൻറ്റേറ്റീവാണ്. അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ആ ഒരൊറ്റ പ്രാർത്ഥനയ്ക്കകത്ത് ഇവർക്കുള്ള പാപക്ഷമയുണ്ട്, ദൈവത്തോട് പാപക്ഷമയ്ക്കുള്ള അപേക്ഷയുണ്ട്. മനുഷ്യരുടെ ഭാഗത്തു നിന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് കർത്താവ് എല്ലാവർക്കും പാപക്ഷമ കൊടുക്കുന്നു. ആ പാപക്ഷമ എന്ന് പറയുന്ന കാര്യം കൊടുത്തതിലൂടെ എന്ത് സംഭവിക്കും? അവർക്ക് ഇനി ദൈവവുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തകർക്കപ്പെടുന്ന സമയത്ത് വാസ്തവത്തിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 12 ലഗ്യോൻ ദൂതന്മാരെ ഇറങ്ങി നിൽക്കുകയാണ്. ഈ പറഞ്ഞ റോമക്കാരെയും യഹൂദന്മാരെയൊക്കെ നശിപ്പിക്കാമായിരുന്നു. കർത്താവിന് വേണ്ടെങ്കിൽ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു, ഞാൻ ജയിച്ചു എന്ന് കാണിക്കാമായിരുന്നു. പക്ഷേ എന്നാൽ എന്ത് ജയിക്കും? വെറുപ്പ് ജയിക്കും. വെറുപ്പിന്റെ ശക്തി കൊണ്ട് വെറുപ്പിനെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹത്താൽ മാത്രമേ വെറുപ്പിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഫൈറ്റ് ചെയ്യുന്നത് ഈ മനുഷ്യരോടല്ല, ഈ മനുഷ്യരുടെ പുറകിൽ വ്യാപരിക്കുന്ന ആ വെറുപ്പിന്റെയും മറ്റുള്ളവരെ അടിമയാക്കണം എന്നുള്ള ഒരു അധികാരമോഹത്തിന്റെയും ശക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ഫൈറ്റ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു കൽവറി ക്രൂശിൽ വെച്ചിട്ട് തോൽപ്പിക്കുന്നത് മനുഷ്യരുടെ ആ വെറുപ്പിനെയാണ്. ആ മനുഷ്യരെ അവനെ വെറുക്കുമ്പോഴും അവരോട് ക്ഷമിക്കുന്നു, ആ വെറുപ്പിനെ തോൽപ്പിക്കുന്നു. സാത്താൻ ഇതുവരെയും ആയുധമായിട്ട് മനുഷ്യർക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിലെ ഓരോ കാര്യങ്ങൾ, നിങ്ങളിത് തെറ്റിച്ചു, അത് തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ശിക്ഷ വരും എന്ന് പറഞ്ഞിട്ട് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് മനുഷ്യനെ. അതുകൊണ്ട് ഇനി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ന്യായപ്രമാണത്തിൽ തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ അവർക്ക് വേണ്ടി, അവർക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന് മരണം എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട് തരാൻ കഴിയുള്ളൂ. ആ മാക്സിമം മരണം എന്ന് പറയുന്നതും ഒരു ക്രൂശിൽ തൂങ്ങിയുള്ള മരണം കൂടി ആകുമ്പോൾ അത് ശപിക്കപ്പെട്ട നിലയിലുള്ള മരണമാണ്. അങ്ങനെയുള്ള ഒരു മരണം കർത്താവ് ഏറ്റെടുത്തു. ഒരു മാക്സിമം ശിക്ഷ എന്ന് പറയുന്ന തലത്തിൽ കർത്താവ് അത് ഏറ്റെടുത്ത് നീക്കിയത് കൊണ്ട് ഇനി കർത്താവ് യേശു ക്രിസ്തു തരുന്ന ഫൊർഗീവ്നെസ് മുഖാന്തരം ഇനി ഒരു മനുഷ്യനെയും ന്യായപ്രമാണത്തിൽ നീ അത് തെറ്റിച്ചു ഇത് തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകെ നടന്നിട്ട് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് കാര്യമില്ല. സാത്താൻ അവിടെ പരാജയപ്പെട്ടു. സാത്താന്റെ വെറുപ്പ് എന്ന് പറയുന്ന തന്ത്രം പരാജയപ്പെട്ടു. കർത്താവ് ഇറങ്ങി വന്നു എന്ന് വിചാരിച്ചു. ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനെ? സാത്താൻ ജയിക്കും. കർത്താവ് ഇറങ്ങി വന്നില്ല. അതുകൊണ്ടാണ് സാത്താൻ തോറ്റുപോയത്. കാരണം എന്താണ്? കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ കർത്താവ് സാത്താന് ഏത് പവറിന് വേണ്ടിയിട്ടാണോ മനുഷ്യരെ ഏദൻ തോട്ടത്തിൽ നിന്ന് വിളിച്ചിട്ട് ദൈവത്തിൽ നിന്ന് തെറ്റിച്ചിട്ട്, സ്നേഹത്തിന്റെ പവറിൽ നിന്ന് തെറ്റിച്ചിട്ട് എനിക്ക് അധികാരം വേണം, എനിക്ക് മറ്റുള്ളവരുടെ മേലെ അധികാരം വേണമെന്ന് പറയുന്ന ആ അധികാരമോഹത്തിന്റെ പവറിലേക്ക് കൊണ്ടുവന്നത്, അതേ പവറായിരിക്കും ജയിക്കുക. കർത്താവിന്റെ അധികാരം കാണിക്കല്ലേ? കർത്താവിന്റെ ദൂതന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് കർത്താവ് ഇവരെല്ലാം ഭസ്മമാക്കുകയാണെങ്കിൽ കർത്താവ് അങ്ങനെയല്ലേ ചെയ്യുന്നത്? കർത്താവ് സ്വന്തം സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ, കർത്താവ് അന്ന് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ യുദ്ധത്തിൽ, ആ ആത്മീയ യുദ്ധത്തിൽ ആര് ജയിക്കും? സാത്താൻ ജയിക്കും. സാത്താൻ പറയും, നീ ഏത് ശക്തിക്ക് ആണോ ഈ മനുഷ്യർ അടിമപ്പെട്ടത്, അതേ ശക്തിക്ക് തന്നെ, അതേ സ്വഭാവത്തിന് തന്നെ, അതേ വെറുപ്പിന് തന്നെ നീയും അധീനപ്പെട്ടു. പക്ഷെ കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് സാത്താന്റെ വെറുപ്പിനെയും സ്നേഹം കൊണ്ട് തോൽപ്പിക്കണം എന്ന് മാത്രമല്ല, വെറുപ്പിനെ വയലൻസ് കൊണ്ടല്ല തോൽപ്പിക്കേണ്ടത്, അതിനെ സ്നേഹത്താലാണ് തോൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് അത് മുഴുവൻ സഹിച്ചു, മനുഷ്യരോട് ക്ഷമിച്ചു. എന്നാൽ സാത്താനോട് ഇനി സാത്താന്റെ പാപം ദൈവം ക്ഷമിക്കാത്ത നിലയിലാക്കി തീർത്തു. അവന്റെ ശിക്ഷാവിധി തീർച്ചയായിട്ടും വരും. കാരണം ഒന്ന്, അവൻ
ന്യായപ്രമാണത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്തു മനുഷ്യർക്ക്. എന്നിട്ട് ന്യായപ്രമാണം തെറ്റായ രീതിയിൽ ഉപയോഗിപ്പിച്ചു. 2 ദൈവത്തെയാണ് അവൻ ചെയ്യാത്ത കുറ്റം പറഞ്ഞിട്ട് കൊല്ലുന്നത്. ദൈവത്തിൻ്റെ പുത്രനെയാണ് അവൻ ഉപദ്രവിക്കുന്നത്, അവനെ സൃഷ്ടിച്ചവനെ. 3 അവൻ ഇനി ഈ ന്യായപ്രമാണം ഉപയോഗിച്ചിട്ട് വേറെ ആരെയും വഞ്ചിക്കാനോ ഇതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരും, നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരും അങ്ങനെ വരും എന്ന് പറയാനായിട്ട് ഇനി സാധിക്കില്ല. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇനി സാധിക്കില്ല. അടുത്തത്, ഇനി അവന് പാപക്ഷമയും കിട്ടൂല. കാരണം ഇതുവരെ ആണെങ്കിൽ മൃഗബലിയിൽ കൂടിയാണ് ദൈവം മനുഷ്യർക്ക് പാപക്ഷമ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൃഗം എന്ന് പറയുന്നതിൻ്റെ ഫ്ലഷും മനുഷ്യൻ്റെ ഫ്ലഷും വ്യത്യാസമുള്ളതായതുകൊണ്ട് സാത്താന് വേണമെങ്കിൽ പറയാം, മൃഗബലിയിൽ കൂടെ എനിക്ക് ഒരു പാപക്ഷമ വേണം. സാത്താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സാത്താൻ പാപക്ഷമയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് പോലുമില്ല. സാത്താൻ പാപക്ഷമ അപേക്ഷിച്ചിട്ടില്ല. പാപക്ഷമ അപേക്ഷിച്ചാൽ ദൈവം കൊടുത്തേ പറ്റൂ. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് സാത്താന് ദൈവം പാപക്ഷമ കൊടുക്കേണ്ടി വരും. പക്ഷെ സാത്താന് ഇനി പാപക്ഷമ ഇല്ല. കാരണം എന്താണ്? പാപക്ഷമ ദൈവം ഇനി കൊടുക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. യേശുക്രിസ്തു മനുഷ്യനായിട്ടാണ് മരിച്ചത്. മനുഷ്യനായിട്ടാണ് യേശുക്രിസ്തു ആ പാപത്തിൻ്റെ ശിക്ഷ കംപ്ലീറ്റ് ആക്കിയത്. ഏത് പാപത്തെയും നീതിമാനായ ദൈവം ശിക്ഷിച്ചേ പറ്റൂ. ഒന്നുകിൽ പാപിയെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ശിക്ഷിച്ചിട്ട് ആ ശിക്ഷാവിധി നടപ്പാക്കണം. അപ്പോൾ ആ ശിക്ഷാവിധി കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവം നടപ്പാക്കി. അപ്പോൾ ഇനി ആ പാപത്തെ വീണ്ടും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരു പാപത്തെ ഒറ്റ പ്രാവശ്യം ശിക്ഷിക്കാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും അതിന് ഹയസ്റ്റ് പണിഷ്മെന്റ് ആയിരിക്കുന്ന മരണം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു വ്യക്തിയെ ഒരാഴ്ചയിലെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു മരിച്ചപ്പോൾ എൻ്റെ മുഴുവൻ ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും കർത്താവ് യേശുക്രിസ്തുവിന്റെ മേലെ ഇട്ടു. ആ ശിക്ഷ മുഴുവൻ യേശു കർത്താവ് സഹിച്ചു. അതിന്റെ റിസൾട്ട് എന്താണ്? മരണം. ആ മരണം കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ അതിനു വേണ്ടി മരിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ സാത്താന് ഇതിൽ പങ്ക് ഇല്ല. കാരണം സാത്താന് പങ്കാളിയാകാമായിരുന്നു. യേശുക്രിസ്തു മനുഷ്യനായിട്ടല്ല വന്നത്, ഒരു മൃഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ദൂതനായിട്ടോ ആണ് വന്നിരുന്നെങ്കിൽ. കർത്താവ് മനുഷ്യനായിട്ട് വരേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ പറയാം. വന്നിട്ടുണ്ട് തോറയിൽ ഓൾറെഡി. അതുകൊണ്ട് യഹൂദന്മാർക്കോ മുസ്ലിങ്ങൾക്കോ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ കർത്താവ് എന്തിന് ഇത് ചെയ്യേണ്ടി വന്നു? അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് കർത്താവ് പാപക്ഷമ കൊടുക്കുകയാണെങ്കിൽ കർത്താവ് സാത്താനോടും ക്ഷമിക്കേണ്ടി വരും. നിങ്ങൾ ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിനോട് ക്ഷമിച്ചാൽ പോരെ, ദൈവത്തിനോട് ക്ഷമിച്ചാൽ പോരെ. ദൈവം ക്ഷമിക്കാൻ പറ്റില്ല. ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് കോടതി മാരിയാണ്. പാപത്തെ ശിക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ദൈവം നീതിമാനല്ലാതെ പോകും. ദൈവത്തിന്റെ സ്വഭാവം തെറ്റിപ്പോവും. ദൈവമല്ല, എല്ലാ അധികാരമുള്ളവനല്ലേ. ദൈവത്തിന് അങ്ങ് ക്ഷമിച്ചാൽ എന്തോ കുഴപ്പം? അങ്ങനെയല്ല. ഏതൊരു കാര്യത്തിന് അതിൻ്റെ ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പം ദൈവം നീതിമാനായ ദൈവം നീതി നടപ്പാക്കാതിരുന്നാൽ ദൈവത്തിന്റെ സ്വഭാവം തന്നെ തെറ്റിപ്പോവില്ലേ? ദൈവത്തിന്റെ സ്വഭാവത്തെ തന്നെ അത് ചോദ്യം ചെയ്യൂലേ? അതുകൊണ്ട് നീതിമാനായ ദൈവം 100% നീതിമാൻ, നീതി പാലിച്ചേ പറ്റൂ. പക്ഷെ ആ നീതി പാലിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ആ പാപം ചെയ്ത മനുഷ്യനെ കൊല്ലാം, പാപം ചെയ്ത ദേഹി മരിക്കണം. രക്തച്ചൊരിച്ചിലൂടെ അല്ലാതെ പാപക്ഷമയില്ല. അപ്പം പാപം ചെയ്ത ആ വ്യക്തിയെ ശിക്ഷിക്കാം, അതൊരു ഓപ്ഷനാണ്. പക്ഷെ പാപം ചെയ്ത വ്യക്തിയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവന് പകരമായിട്ട് വേറെ എന്തിനെങ്കിലും പാപം ചെയ്യാത്ത ഒന്നിനെ അവൻ കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ പാപം ക്ഷമിക്കപ്പെടും. അങ്ങനെ പാപം ചെയ്യാത്ത, ഊനമില്ലാത്ത ഒന്നാണ് ഇതുവരെയും കുഞ്ഞാടുകളെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ക്ഷമിക്കുകയാണ്. പക്ഷെ ഈ ആടും ആടിൻ്റെയും ബലിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റുമോ? സാത്താൻ വന്ന് ചോദിക്കുകയാണ്, ഇത് വേറൊരു ജീവിയല്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നീ എന്തിനാണ് ഇവരുടെ പാപം ക്ഷമിക്കുന്നതെന്ന് ചോദിച്ചാലോ? അപ്പോൾ കുറച്ചു കാലത്തേക്ക് അത് ഒരു എന്താ പറയുക, ഒരു പ്രതിവിധിയായിട്ട് ദൈവം കൊടുത്തെങ്കിലും വാസ്തവത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരുന്നത്, പണ്ട് മുതലേ ഇരുന്നത്, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ തൊട്ടേ ഇരുന്നത്, അബ്രഹാമിന്റെ അടുത്തേക്ക് വന്ന ആ ലോഡ് എന്ന് പറയുന്ന കർത്താവ് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് കർത്താവ് അബ്രഹാമിന്റെ മക്കൾക്ക് വേണ്ടിയും, ആരെല്ലാം കർത്താവിൽ മറ്റു ജാതികളിൽ നിന്ന് വിശ്വസിക്കുമോ, ആരെല്ലാം ആദമിന്റെ മക്കൾ ആരെല്ലാം കർത്താവിൽ വിശ്വസിക്കുമോ അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയും കർത്താവ് തന്നെ മനുഷ്യന്റെ രൂപത്തിൽ വന്ന്, മനുഷ്യനായി വന്ന് ആ പാപമോചനത്തിന് ആവശ്യമായ കാര്യം, ആ ബലി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതാണ് നമ്മൾ ന്യായപ്രമാണത്തിൽ മുഴുവൻ കാണുന്നത്. പഴയ നിയമം ശരിക്കും പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ തന്നെ ഉണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് മനുഷ്യനായി വരുന്ന കാര്യങ്ങളുണ്ട്. മനുഷ്യനായിട്ട് പാപക്ഷമയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സൊദോം ഗൊമോറയുടെ പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ട് ഇടിവിൽ നിന്ന് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്. ആ ക്ഷമിക്കാൻ അധികാരമുള്ളവൻ പറയാണ്, ഞാൻ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇത്ര പോലും നീതിമാന്മാർ അവിടെ ഇല്ല, അതുകൊണ്ട് അതിനെ ശിക്ഷിച്ചേ പറ്റൂ. ഇതായിരിക്കും അന്ത്യസമയത്ത് പല നാടുകൾക്കും ഉണ്ടാകാൻ പോകുന്ന വിധി. അന്ത്യസമയത്ത് പല ആളുകൾക്കും ഉണ്ടാകാൻ പോകുന്ന വിധി. ദൈവത്തിൻ്റെ വിധി നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും സമയമുണ്ട്. മാനസാന്തരപ്പെടുക.
ഈ കർത്താവിനെ തെറ്റായ രീതിയിൽ വിധിച്ചിട്ട് ക്രൂശിൽ ആക്കി അവനെ കൊന്ന് അവനെ കണ്ട് രസിച്ച് ഉല്ലസിച്ച ആ യഹൂദന്മാരുടെ ഗാംഗിൽ അവർ കൂടുതൽ ശാപത്തിലേക്ക് പോയി. കാരണം എന്താണ്? ഓൾറെഡി ശാപത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അടിമയായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവസാന്നിധ്യം ഇവിടെ മധ്യ ഇല്ലാത്തത്. ആ ശാപത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം വന്നത്. ആ രക്ഷകനെ അവർ കൊല്ലുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു രോഗമുണ്ട്, നിങ്ങൾക്ക് ആ രോഗത്തിന് മരുന്ന് ഞാൻ തരികയാണ്, നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്നുമില്ല, ആ മരുന്ന് എടുത്തിട്ട് വലിച്ചെറിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നിങ്ങളെ രോഗം ഭേദമാവെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഭേദമാവും അല്ലേ? അപ്പം എന്ന് പറയുന്ന മാതിരിയാണ് ചെയ്തത് മനുഷ്യൻ. അപ്പം എന്തായി? ദൈവത്തിൻ്റെ ശാപത്തിന് കീഴിലായി കൂടുതൽ. അപ്പോൾ അങ്ങനെ ആ ശാപത്തിൻ്റെ ബ്ലാങ്കറ്റിൻ്റെ കീഴിലിരുന്ന ആളുകളും ആരൊക്കെ പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ട് ഇത് ഞങ്ങളുടെ മെസ്സിയാണ്, ഞങ്ങളുടെ രാജാവാണ്, ഞങ്ങൾ രക്ഷിക്കാൻ വന്നവനാണ്, ഞങ്ങളുടെ രക്ഷകനാണ്, ലോകരക്ഷകനാണ്, ദൈവ സാന്നിധ്യമാണ്, ദൈവം ദേഹരൂപത്തിൽ വന്നതാണെന്ന് മനസ്സിലാക്കി ആരെല്ലാം മാനസാന്തരപ്പെട്ട് അവനെ സ്വീകരിച്ചോ അവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയാണ്. ദൈവവുമായി ഏദൻ തോട്ടത്തിൽ മനുഷ്യനുണ്ടായിരുന്ന ഇസ്രായേലിന് ആ ആലയത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ബന്ധം, അതിനേക്കാളും ആഴമേറിയ ഒരു ബന്ധം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ആ ബന്ധം എന്ന് പറയുന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ദൈവം ആ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചെയ്യും. ദൈവം പാപങ്ങൾ ക്ഷമിക്കും. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും, മുജ്ജന്മ പാപമായാലും അതും ക്ഷമിക്കും. പാപങ്ങൾ ക്ഷമിക്കും. ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ജീവനാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കും. അബ്രഹാമിന്റെ മക്കൾക്ക് മാത്രം ദൈവം കൊടുത്തിരുന്ന ഒരു അനുഗ്രഹമാണത്, ജീവന്റെ അനുഗ്രഹം. ആ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആദ്യം മനുഷ്യൻ തോട്ടത്തിരുന്ന ആ ഒരു അനുഭവം, ആ ഒരു പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവം മനുഷ്യന്റെ ഉള്ളിലേക്ക് അയക്കുകയാണ്. നേരത്തെ ദൈവം യഹൂദന്മാരുടെ ആലയത്തിൽ അവരെല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് അയച്ചെങ്കിൽ, ഇപ്പോൾ ഈ കോമൺ ടോയ്ലറ്റും നമ്മുടെ ഓരോരുത്തരുടെ മുറിയിൽ ടോയ്ലറ്റും പറഞ്ഞ മാതിരി ദൈവം ഇപ്പം വ്യക്തിപരമായിട്ട് അയക്കുകയാണ്. പണ്ട് ഓരോരുത്തർക്ക് ഒരു വീട്ടിലൊരു ഡെസ്ക്ടോപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ ജോലിയൊക്കെ ചെയ്തിട്ട് വേണം പിന്നെ അടുത്ത ആൾ വന്ന് ചെയ്യാൻ, അല്ലേ? ഇപ്പം എല്ലാവർക്കും ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. ഓരോ വ്യക്തിയുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാണ്. അവരുടെ ഇനി ശരീരത്തിലെ ചില ഭാഗങ്ങൾ സർക്കംസൈസ് ചെയ്യേണ്ട, പരിച്ഛേദന ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അവരുടെ ഹൃദയങ്ങളെ, ആണായാലും പെണ്ണായാലും ഹൃദയം ഉണ്ടല്ലോ, എല്ലാവരുടെയും ഹൃദയങ്ങളെ ദൈവം എന്ത് ചെയ്യാണ്? പരിച്ഛേദന ചെയ്യാണ് പരിശുദ്ധാത്മാവിനാൽ. പരിച്ഛേദന ചെയ്തിട്ട് സ്നേഹമാകുന്ന ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്താണ്? അത് പറയുന്നത് ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കണം, മറ്റുള്ളവരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ സ്നേഹമാകുന്ന ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതുകയാണ്. എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പേരിൽ ചത്തുപോയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. ജീവനുള്ള ദൈവത്തെ നമുക്ക് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മാതിരി. ഇനി അടുത്തത്, നമ്മൾ ദൈവത്തിന്റെ നാമം വൃഥാവെടുക്കില്ല. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ ആയിരിക്കും. നമ്മൾ അന്യദേവന്മാരെ സേവിക്കില്ല. അതൊക്കെയാണ് ദൈവത്തോടുള്ള സ്നേഹം. ഇനി മനുഷ്യരുള്ള സ്നേഹം എന്താണ്? നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവർ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളാരും നമ്മളെ മേർഡർ ചെയ്യണമെന്നോ, നമ്മളെ ഭവനത്തിൽ വന്നിട്ട് മോഷ്ടിക്കണമെന്നോ, നമ്മുടെ സാധനങ്ങൾ മോഹിക്കണമെന്നോ, നമ്മുടെ ഭാര്യയുമായിട്ട് വ്യഭിചാരം ചെയ്യണമെന്നോ, നമുക്കെതിരെ കള്ളസാക്ഷ്യം പറയണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്ന് പറയുന്ന കാര്യം മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ ദ്രോഹിക്കാൻ പാടില്ല, നമ്മൾ മർഡർ ചെയ്യാൻ പാടില്ല, നമ്മൾ വ്യഭിചരിക്കാൻ പാടില്ല, നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല, അന്യൻ്റെ മുതൽ മോഹിക്കാൻ പാടില്ല. പിന്നെന്താണ്? അവർക്കെതിരെ കള്ളസാക്ഷ്യം കോടതിയിൽ പറയാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൽപ്പനകൾ. വേറെയും ചെറിയ ഒരുപാട് കൽപ്പനകൾ ഉണ്ട്. പക്ഷേ ഈ കൽപ്പനയുടെ മുഴുവൻ സാരം എന്താണ്? ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹമാണ് ആ സാരം. ദൈവം സ്നേഹത്തിന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏദൻ തോട്ടത്തിൽ അവനോട് സ്നേഹിക്കാനാണ് പറഞ്ഞത്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരെ സ്നേഹത്തിൽ പരിപാലിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ കൊടുക്കുന്ന കൽപ്പന എന്തായിരിക്കും? സ്നേഹിക്കുക എന്നായിരിക്കും, അല്ലെ? അപ്പോൾ സ്നേഹിക്കാൻ വേണ്ടി പർപ്പസ് സെയിമാണ്. കൽപ്പന, കമാൻഡ് അതും സെയിമാണ്. ദൈവത്തിന്റെ നേച്ചർ അതും സെയിമാണ്. എല്ലാം സ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവം സ്നേഹത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്നേഹിക്കാനായിട്ട് സൃഷ്ടിച്ചു. സ്നേഹിക്കണം എന്ന് പറയുന്ന ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തു.
എന്ന് മാത്രമല്ല, അതനുസരിക്കാൻ ആവശ്യമായ സ്നേഹത്തിന്റെ ശക്തിയും കൂടെ അവൻ്റെ ഉള്ളിൽ പകർന്നു. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന സംഗതിയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. കേട്ടോ, എൻ്റെ പാപങ്ങളൊക്കെ ദൈവം ക്ഷമിച്ചു. ദൈവം എൻ്റെ പാപങ്ങൾ ഓർക്കുന്നേ ഇല്ല. ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതൊന്നും ഓർക്കുന്നില്ല. അതൊരു സന്തോഷത്തിന് കാരണമല്ലേ? ദൈവം എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഞാൻ ശപിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പല രീതിയിലുള്ള ശാപങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ശാപങ്ങളെല്ലാം ദൈവം മാറ്റി. ഞാനിപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗത്വം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗം മാത്രമല്ല, ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു പുരോഹിതനും കൂടിയാക്കി ദൈവം എന്നെ എലിവേറ്റ് ചെയ്തിരിക്കുക. ഞാനൊരു പാപിയാണെങ്കിലും ദൈവം എന്നെ വിശുദ്ധൻ എന്നാ വിളിക്കുന്നത്. അത് സന്തോഷത്തിന് കാരണമല്ലേ? ദൈവം അവനെ തന്നെ എനിക്ക് തന്നിരിക്കുകയാണ്. ആദ്യം അവന്റെ പുത്രനെ തന്നു എൻ്റെ പാപത്തിന് വേണ്ടി. ഇപ്പൊ അവന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് തന്നിരിക്കുകയാണ്. അവനെ തന്നെ ഈ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നിനക്ക് വരാനിരിക്കുന്ന രാജ്യത്തിൽ ഒരു പുതിയ ശരീരം ലഭിക്കും, നീ ദൈവത്തിന്റെ കൂടെ വാഴും എന്നുള്ള ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കുമല്ലോ. അഡ്വാൻസ് ടോക്കൺ എനിക്ക് ഒരു ലാൻഡ് ഡീലുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ അഡ്വാൻസ് മാറി ദൈവം അവനെ തന്നെ തന്നിരിക്കുക, അവന്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ്. ആ വാഗ്ദത്തത്തിന്റെ അഡ്വാൻസ് ആണ്. എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ വെച്ചിട്ട് മനുഷ്യരുടെ വെറുപ്പ് അവന്റെ മേലെ ഏറ്റെടുത്തു. സ്നേഹത്താൽ അതിനെ തോൽപ്പിച്ചു. സാത്താനെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന അവസ്ഥയാക്കി തീർത്തു. ന്യായപ്രമാണത്തിന്റെ എഫക്റ്റ്, മറ്റുള്ളവരെ വിധിക്കാനുള്ള, അത് മറ്റുള്ളവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എഫക്റ്റ്, ആ നെഗറ്റീവ് എഫക്റ്റ് മാറ്റിക്കളഞ്ഞു. ഇതേ ന്യായപ്രമാണം ഇനി എല്ലാവരെയും സാധൂകരിക്കുകയാണ്, നീതീകരിക്കുകയാണ്. എല്ലാവരോടും പറയാണ്, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാണ്, നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് ഒരിക്കലും പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം എല്ലാ സാക്രിഫൈസസ്, ന്യായപ്രമാണത്തിന്റെ ബുക്കിലുള്ള എല്ലാ സാക്രിഫൈസസിന്റെ കൾമിനേഷനാണ് കർത്താവായ യേശു ക്രിസ്തു. എല്ലാ ആട്, മാട്, കാള, അതിൻ്റെയൊക്കെ രക്തത്തെക്കാളും, ഇനി ഹാബേലിന്റെ തന്നെ രക്തത്തെക്കാളും ഗുണകരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ആ രക്തങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഒരാളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് യഹൂദന്മാരുടെ ആലയത്തിന്റെ ഘടന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആഴ്ചയിലല്ല, വർഷത്തിലൊരിക്കൽ ഏറ്റവും അകത്തെ സ്ഥലത്ത് ചെന്നിട്ട് ദൈവത്തെ ഒരു പ്രാവശ്യം ഒന്ന് നമസ്കരിക്കുക. അത് മാത്രമേ ആ ആടിന്റെയും മാടിന്റെയും രക്തത്തിന് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വർഗത്തിൽ, ഇത് വെറും ഒരു പ്രതിരൂപമാണ് യഹൂദന്മാരുടെ ആലയം എന്ന് പറയുന്നത്. യഥാർത്ഥ സ്വർഗത്തിൽ പിതാവിന്റെ അടുത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടന്നു ചെല്ലാനുള്ള ഒരു ലൈസൻസ് ആണ് ഓരോ വ്യക്തിക്കും തരുന്നത്. എനിക്ക് ദൈവത്തെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ, ഡയറക്റ്റ് ആയിട്ട് ദൈവമായിട്ട് ബന്ധപ്പെടാം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക അവയർനെസ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നിലുണ്ട്, ദൈവം എൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. ഇതൊരു സന്തോഷത്തിന്റെ കാരണമല്ലേ? തീർച്ചയായിട്ടും ഒരു ആത്മീയനായ ഒരു വ്യക്തിക്ക് ഇതൊക്കെയാണ് സന്തോഷത്തിന് കാരണം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പലർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് മനസ്സിലായില്ലല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? കർത്താവ് പറഞ്ഞില്ലേ, നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, കൂടുതൽ അനുഗ്രഹമാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. എന്ന് മാത്രമല്ല, നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ആ കഷ്ടപ്പാടിന് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. വരാനിരിക്കുന്ന രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാരുടെ വിചാരം പ്രതിഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്നു. അതല്ല. മരിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് സ്വർഗത്തിൽ പോവുക ചെയ്തത് അല്ല. മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ കൊണ്ടുപോയി അടക്കി. കർത്താവ് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ഫുൾ ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. എന്നിട്ട് അവരുടെ കയ്യിൽ, കർത്താവിന്റെ കയ്യിലുണ്ടായിരുന്ന പാടും നെഞ്ചിലുണ്ടായിരുന്ന പാടും ഒക്കെ കാണിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുന്ന ഒരു ഡെലൂഷൻ അല്ല, ഇത് ഒരു ആത്മാവല്ല, ഇത് വാസ്തവത്തിൽ ഒരു ശരീരമുള്ള ഒരു മനുഷ്യൻ, മരിച്ച ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റതാണ്. ചില ആൾക്കാരുടെ വിചാരം എന്തോ ആത്മീയ ദർശനം കണ്ടു എന്നൊക്കെയാണ് ചില ആൾക്കാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയല്ല. കർത്താവ് ശരിക്കും വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നാണ് കർത്താവിന്റെ ശിഷ്യന്മാർ ക്ലെയിം ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുമ്പോൾ പാപം ശരിക്കും ഒരു മരണത്തിലേക്കാണ് നയിച്ചത്. കൈൻ ഹാബീലിനെ കൊന്നു. ഇനി ആ മരണം മാറി എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ, ദ്രവത്വം മാറി എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ, തന്റെ പരിശുദ്ധ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല എന്ന് സങ്കീർത്തനം 16 പറയുന്ന കാര്യം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിലല്ലേ സാധിക്കുള്ളൂ. അവൻ ഫിസിക്കലി ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് അവന്റെ ശവശരീരം കിട്ടാഞ്ഞത്. യഹൂദന്മാരും തപ്പി നോക്കി, റോമക്കാരും തപ്പി നോക്കി, അവർക്ക് ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. യേശുവിന്റെ ശിഷ്യന്മാർക്ക്
യേശു ജീവനോടെ ഇരുന്നപ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്തവർക്ക് അവൻ്റെ ശവശരീരം മോഷ്ടിക്കേണ്ട വല്ല കാര്യമുണ്ട്. ഇനി മോഷ്ടിച്ചാൽ അത് സൂക്ഷിക്കാൻ പറ്റുമോ അവർക്ക്? അത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റൂ. ഇനി ആ ശവശരീരം ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതോടെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ മൂവ്മെന്റ് ഫസ്റ്റേ തീരും, വേരോടെ അങ്ങോട്ട് തീരും. പക്ഷേ അത് തീർക്കാൻ യഹൂദനും കഴിഞ്ഞില്ല, റോമക്കാരനും കഴിഞ്ഞില്ല. ഇവരൊക്കെ യേശുക്രിസ്തുവിന്റെ ശത്രുക്കളായിരുന്നു. ഈ ശത്രുക്കളായിരുന്ന ഈ ആളുകൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പീഡിപ്പിച്ചു. ഇത് വിശ്വസിച്ചതുകൊണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട്. അവർ നേരിട്ട് കണ്ടതാണ്. 40ഓളം ദിവസം കർത്താവായ യേശുക്രിസ്തു ഇവരുടെ മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണ്, ഇവരുടെ കൂടെ നടക്കുകയാണ്, ഇവരുടെ കൂടെ ഇരിക്കുകയാണ്. ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുമുട്ടുന്നതും, ചിലപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ 500ഓളം പേര് കർത്താവ് ഉയർത്തെഴുന്നേറ്റതായി കണ്ട് ഒരു 40 ദിവസത്തേക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർക്ക് ഏതാണ്ട് ഉറപ്പാണ് എന്നുള്ള മട്ടിലായി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവർക്ക് തീരെ ധൈര്യമില്ല ഈ യേശുക്രിസ്തു ഉയർത്തെന്ന് മറ്റുള്ളവരോട് പറയാൻ. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ തന്നെ ഇരിക്കണം. ഞാൻ വാഗ്ദത്തം ചെയ്ത പ്രകാരം, പിതാവ് വാഗ്ദത്തം ചെയ്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതികൾക്ക് ലഭിക്കാനുള്ള ആ അനുഗ്രഹം, ദൈവ സാന്നിധ്യം മടങ്ങി വരും ആലയത്തിലേക്ക്. നിങ്ങളാണ് ഇപ്പൊ ആലയം. പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്റെ വിറ്റ്നസ് ആയിത്തീരും. നിങ്ങൾ എന്റെ വിറ്റ്നസ്, നിങ്ങൾ എന്റെ സാക്ഷികളായിത്തീരും. ഇപ്പൊ നിങ്ങൾ എന്റെ സാക്ഷികളാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ സാക്ഷികളാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ വാസ്തവത്തിൽ സാക്ഷിയായിത്തീരും. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് മാത്രമേ, നിങ്ങളെ നിർത്തും എനിക്ക് വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ യഹൂദയിലും യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. എന്ന് വെച്ചാൽ ഒരു സെന്ററിൽ നിന്ന് ഇപ്പൊ നമ്മളൊരു റിപ്പിൾ ഇങ്ങനെയല്ലേ പോവുക, സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്കല്ലേ പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു എർത്ത് ക്വേക്ക് ഉണ്ടെങ്കിൽ സെന്ററിൽ നിന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയല്ലേ ചെയ്യുന്ന പറഞ്ഞ മാതിരി ഏറ്റവും സെന്ററിൽ കിടക്കുന്നതാണ് യെരുശലേം. നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. യെരുശലേമിൽ നിന്നും പിന്നെ അടുത്തത് യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയയിലും, ശമരിയ എന്ന് പറഞ്ഞാൽ അടുത്ത പട്ടണമാണ്, ശമരിയയിലും. പിന്നെ അപ്പോൾ ആ ഇസ്രായേലിന്റെ ഏരിയ ഏകദേശമായി, യഹൂദിയ ശമരിയ എല്ലാം കഴിഞ്ഞു. പിന്നെ എന്താ, ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ റോം വരെയും. അന്ന് ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അമേരിക്കയാണ് ഭൂമിയുടെ അറ്റമെങ്കിൽ അന്ന് റോമാണ് ഭൂമിയുടെ അറ്റം ആയിട്ട് അന്ന് വ്യാഖ്യാനിച്ചിരുന്നത്. ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ റോമിലേക്കാണ് എല്ലാ റോഡുകളും എല്ലാ വീഥികളും ചെന്നെത്തുന്നത്. ഓൾ റൂട്ട്സ് ലീഡ് ടു റോം. അപ്പൊ അതിനെയാണ് ഭൂമിയുടെ അറ്റം എന്ന് വിളിച്ചിരുന്നത്. റോം വരെയും നിങ്ങൾ ഈ സുവിശേഷത്തെ എത്തിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ സുവിശേഷത്തെ എത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എന്റെ ദൃസാക്ഷികളാണ്. ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ദൈവം ഒരു പുതിയ സൃഷ്ടി ആരംഭിച്ചു. അതാണ് സുവിശേഷം. ആദമിൽ ദൈവം ഒരു സൃഷ്ടി ആരംഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതിലൂടെ ഒരു പുതിയ സൃഷ്ടി ആരംഭിച്ചിരിക്കുക. ആ പുതിയ സൃഷ്ടി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ കൂടെ അത് വന്നെങ്കിലും, അത് ആരംഭിച്ചെങ്കിലും അതിന്റെ പൂർണ്ണത വരാൻ പോകുന്നത്, ഇപ്പോൾ തൽക്കാലം ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കെല്ലാം തരും, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ നിർത്തും. അതിന്റെ പൂർണ്ണത വരുന്നത് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴാണ്. അതാണ് ദൈവരാജ്യം. ആ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും. ആ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും, മരിച്ച ആൾക്കാർ വരെ ഉയർത്തെഴുന്നേൽക്കും. അവർക്ക് പുതിയ ശരീരങ്ങൾ ലഭിക്കും. ആ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ഉയർത്തെഴുന്നേറ്റ ശരീരം പോലെയുള്ള ശരീരമായിരിക്കും. വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, പക്ഷെ അതാണ് സത്യം. ഇപ്പൊ ടി വിയെ കുറിച്ച്, ഇന്റർനെറ്റിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കളി കാണാം എന്നതിനെ കുറിച്ചൊക്കെ പണ്ട് ഒരു 200 കൊല്ലം മുന്നേ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലല്ലോ. ഇന്നിപ്പോ AI നമുക്ക് വേണ്ടിയിട്ട് ഡയഗ്നോസിസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് എന്താണ് രോഗം എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല നമ്മൾ എന്തൊക്കെ മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ 20 കൊല്ലം മുന്നേ 40 കൊല്ലം മുന്നേ ഏതെങ്കിലും ഡോക്ടർമാർ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ അതാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ എന്ന് പറയുന്നത് മാതിരി മാർസിൽ പോകാൻ പറ്റും, അവിടേക്ക് പോകാൻ പറ്റും എന്നൊക്കെ അന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മാർസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണെന്ന് പോലും അവർ വിശ്വസിച്ചില്ല. അങ്ങനത്തെ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സംഭവിച്ചില്ല. എന്ന് പറയുന്നത് മാതിരി കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും. മനുഷ്യര് ദ്രവത്വമില്ലാത്ത ഒരു കണ്ടീഷനിലേക്ക്, മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അത് സയൻസിന്റെ വണ്ടറല്ല ഞാൻ പറയുന്നത്. സയൻസിനും അങ്ങനത്തെ വണ്ടറൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ സയൻസിനേക്കാളും അപ്പുറത്തൊരു വണ്ടർ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സയന്റിസ്റ്റിന് എന്നും ചിന്തിച്ചിട്ട് അതിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു വണ്ടർ ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഒരു സയന്റിസ്റ്റും പറയുന്നില്ല മരിച്ച ആൾക്കാർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടെന്ന്. പക്ഷെ അന്ന് അത് സംഭവിച്ചു. ഇനി ഏതെങ്കിലും ആൾ ഉയർത്തെഴുന്നേറ്റെന്ന് ചോദിച്ചാൽ ബൈ ചാൻസ് അപ്പോൾ അവർ അംഗീകരിക്കാം, മരിച്ച ആൾക്കാർക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് സയന്റിഫിക് ആണ്. അന്ന് സയൻസ് പഠിച്ചിട്ടൊന്നുമല്ല കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനെ ഉയർപ്പിക്കാൻ വേണ്ടി കുറെ സയന്റിഫിക് എക്സ്പെരിമെന്റ് നടത്തി. അങ്ങനെയൊന്നും തെളിവില്ല. നിന്റെ ദൈവത്തിന്റെ പൈതലെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് ദൈവമാണ്. ദൈവം എന്തുകൊണ്ടാണ് ഉയർപ്പിച്ചത്? ഇവനെതിരെ പീലാത്തോസ് കൊടുത്ത വിധി തെറ്റാണ്. ഇവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവനെ യഹൂദന്മാരുടെ രാജാവായതുകൊണ്ട് ഇവനെ കൊല്ലണം എന്ന് പറയുന്നത് തെറ്റാണ്.
യഹൂദന്മാരുടെ രാജാവാണ് ഇനി ദുനിയന്റെ മുഴുവൻ രാജാവ്, ഈ മുഴുവൻ സൃഷ്ടിയുടെ രാജാവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ വിധി ഇവൻ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ടല്ല ഇവനെ വിധിച്ചത്, ഇവൻ തെറ്റുകാരനല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് മാനവരാശിയാണ് യേശുക്രിസ്തു അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇസ്രായേലിനെയാണ് ദൈവം അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെയും മാനവരാശിയുടെയും കൂടെ ഉയർത്തെഴുന്നേൽപ്പാ അത് കാണിക്കുന്നത്. മാനവരാശിയും ഇസ്രായേലും ഇനി ആരല്ല, തെറ്റുകാരല്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ്. ഇനി മുതൽ യേശു ക്രിസ്തുവിന്റെ ഈ യാഗം മുഖാന്തരം പാപക്ഷമ പ്രാപിച്ച് അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഈ ജനത്തിന് എന്തില്ല, തെറ്റില്ല. ദൈവം അവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തുവിനെ നീതിമാനായി ആദ്യമേ നമുക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലൂടെ. അതെന്തിനാണ്? കാണിക്കാൻ വേണ്ടി. ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ്, മാനവരാശിയുടെ റെപ്രസെന്റേറ്റീവ്, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്, അവൻ നീതിമാനാണ്. ആ നീതിമാനായ യേശു കർത്താവ് ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ബന്ധത്തിലുണ്ടെങ്കിൽ അവൻ നീതിമാനാവും. നിങ്ങളെല്ലാം നീതിമാന്മാരാണ്. വാസ്തവമായി നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾ നീതി പ്രവർത്തിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നതുകൊണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ തന്ന എന്തിനാണ്? നീതി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അനീതി പ്രവർത്തിച്ചുകൊണ്ട് അയ്യോ എനിക്ക് കഴിവില്ല, എനിക്ക് ബലമില്ല എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തോട് ഇസ്രായേൽ മക്കൾക്ക് വിശ്വസ്തത കാണിക്കാമായിരുന്നു. ആ ഉടമ്പടിക്ക് ബലം കിട്ടുന്നത് അവർ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുമ്പോഴാണ്. ദൈവം ഇങ്ങോട്ട് വിശ്വസ്തത കാണിക്കുന്നില്ല, അനുഗ്രഹിക്കുന്നില്ല. അതേമാതിരി അവർ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാമായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട് ആദമിനും ഹവ്വയ്ക്കും ദൈവത്തോട് വിശ്വസ്തത കാണിക്കാമായിരുന്നു. എന്നാൽ അവർ പരാജയപ്പെട്ടു. ദൈവം ഇങ്ങോട്ട് കാണിച്ച അതേ വിശ്വസ്തത, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോടും മനുഷ്യരോടും അന്ന് ആ കൽവറി ക്രൂശിൽ കടക്കുമ്പോൾ കാണിച്ച അതേ വിശ്വസ്തത നമ്മൾ ദൈവത്തോട് കാണിക്കണമെന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കണം, മറ്റുള്ളവർ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ ഉടമ്പടി ബന്ധം നമ്മൾ നിലനിർത്തണം. എന്നാലേ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാവുള്ളൂ. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ദുഃഖിക്കും. നമ്മൾ കള്ളം പറയുമ്പോൾ, നമ്മൾ മോഷ്ടിക്കുമ്പോൾ, നമ്മൾ മോഹിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പിന്നെ നമുക്ക് പറഞ്ഞു തരും, ഇത് തെറ്റാണ് മകനെ, ഇനി ചെയ്യരുത്. അപ്പം നമ്മൾ ക്ഷമ ചോദിക്കും. അങ്ങനെ നമ്മളെ റെക്ടിഫൈ ചെയ്ത് ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വന്ന് പതുക്കെ നമുക്കൊരു രൂപാന്തരം ദൈവം തരും. പക്ഷെ ആ രൂപാന്തരം അവിടെ നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും നിത്യതയിൽ ഉണ്ടാവും. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ട്. പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാവും. പരിശുദ്ധാത്മ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല. ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, ഒരു പാവം ചെയ്ത ഉടനെ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് വിട്ടുപോകണമായിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ അനുഭവം നോക്കിയാൽ മതി. ഇസ്രായേൽ മക്കൾ എത്ര കഠിനപ്പെട്ടിട്ടും എത്ര പാപങ്ങൾ ചെയ്തിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ആലയത്തിൽ നിന്ന് വിട്ടുപോയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ തന്നെ ഇരുന്നു. ദൈവം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ശരിക്കും വാർണിംഗ് കൊടുത്തിട്ടും പിന്നെയും നീതിയെ അനീതിയായി വ്യാഖ്യാനിക്കുക, അനീതിയെ നീതിയായി വ്യാഖ്യാനിക്കുക. അതുപോലത്തെ പാപങ്ങൾ ചെയ്തപ്പോഴാണ് ദൈവം പിന്നെ അവരെ ശിക്ഷിക്കേണ്ടി വന്നത്. അതുവരെ എന്നിട്ട് ശിക്ഷിച്ചപ്പോഴും ദൈവം അവരുടെ പുറകെ പോവാണ്. ഇപ്പൊ എന്ന് പറയുന്നത് മാതിരി ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അവനെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ അവൻ പറയുന്നത് അനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മളെടുത്ത് ആരെങ്കിലും മോഷ്ടിക്കുന്നെങ്കിൽ അവന് കൂടുതൽ കൊടുക്കുക. അവന് ലജ്ജ വരട്ടെ. അവൻ ചെയ്യുന്ന തെറ്റാണെന്ന് അവന് ബോധ്യം വരട്ടെ. ആരെങ്കിലും നമ്മൾ അടിക്കുന്നെങ്കിലും മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവനൊരു ലജ്ജ വരട്ടെ. അവൻ മനസ്സിലാക്കട്ടെ അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അഹിംസയുടെ മാർഗം, സത്യത്തിന്റെ മാർഗം, സ്നേഹത്തിന്റെ മാർഗം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, സേവിക്കുക, കരുതുക, ഫർഗീവ് ചെയ്യുക, ക്ഷമിക്കുക. ആ ഒരു മാർഗം നമ്മളെ എത്ര ഇൻസൾട്ട് ചെയ്താലും തിരിച്ച് ഇൻസൾട്ട് ചെയ്യുന്നതിന് പകരം അവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ അനുഗ്രഹിക്കുക. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കർത്താവിന്റെ ജയം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കർത്താവ് ഇതാണല്ലോ കാൽവരി ക്രൂശിൽ ചെയ്തത്. ആ കർത്താവിന്റെ ജയം നമുക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും. കർത്താവിനെ ഇങ്ങോട്ട് വെറുത്ത് അവനെ ഉപദ്രവിച്ച ആ ആളുകൾക്ക് വേണ്ടി കർത്താവ് ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ന് മാത്രമല്ല അവരോട് ക്ഷമിക്കുന്നത് മാത്രമല്ല, അവരുടെ അധികാരികളെയൊക്കെ കർത്താവ് ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് ആരെയും ബഹുമാനിക്കാതിരുന്നില്ല, ഈവൻ പീലാത്തോസിനെ പോലും. നിനക്ക് ദൈവം തന്നിട്ടുള്ള അല്ലാത്ത ഒരു അധികാരവും എൻ്റെ മേലില്ല എന്നാ കർത്താവ് പറഞ്ഞത്. ദൈവം അവനെ ഒരിക്കലും ഒരു താഴ്ത്തി കിട്ടുന്ന രീതിയിൽ ഒരു കാര്യവും പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, നീ ആരാണ് എന്ന് കർത്താവിന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ കർത്താവ് അവിടെ നിന്നപ്പോഴും കർത്താവ് എന്താ പറഞ്ഞത്? ദൈവം തന്ന അധികാരത്തിലാണ് നീ ഈ കോടതിയിൽ അധികാരിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്റെ അധികാരത്തെ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുന്നു. പക്ഷെ ആ ശിക്ഷ തെറ്റാണ്, ആ ശിക്ഷാവിധി തെറ്റാണ്. ആരോട് പറയാൻ? പീലാത്തോസിന് മനസ്സിലാവും, നാട്ടുകാർക്ക് മനസ്സിലാവും. അവർക്ക് വേണ്ടത് അവർ ചെയ്തു. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ആ സമയത്തെ ഇറക്കി ദൂതന്മാരെ. ആ ദൂതന്മാരെ അവിടെ തന്നെ അങ്ങോട്ട് ഭസ്മമാക്കിയിരുന്നെങ്കിൽ അന്നേ കർത്താവിന് ക്രൂശിൽ നിന്ന് ജയാളിയായിട്ട് എഴുന്നേറ്റ് വരാമായിരുന്നു. പക്ഷെ ക്രൂശിൽ നിന്ന് കർത്താവ് ജയാളിയായിട്ട് എഴുന്നേറ്റ് വന്നാൽ വെറുപ്പ് ജയിക്കും, വയലൻസ് ജയിക്കും. വയലൻസ് അല്ല ശരിയായ മാർഗം, വെറുപ്പല്ല ശരിയായ മാർഗം. അന്ധകാരത്തെ അന്ധകാരം കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയില്ല. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞില്ലേ, അന്ധകാരത്തെ അന്ധകാരം കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയില്ല, പ്രകാശം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ.
വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയില്ല, സ്നേഹം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിലെ പൈതലെ ആ സ്നേഹം, ആ ദിവ്യ സ്നേഹം, ആ സ്നേഹമാണ് കർത്താവിനെ അവിടെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ കർത്താവ് ഇറക്കിയാൽ, ആ ദൂതന്മാർ ഇറങ്ങിയാലുണ്ടല്ലോ, ഇന്നത്തെ നമ്മളെ ഇസ്രായേൽ ബോംബ് പൊട്ടിക്കുക, നമ്മൾ വിചാരിക്കും ഭയങ്കര ശക്തിയാണ്, ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണോ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശക്തി. ആ ദൈവം അവിടെ ആ പറയുന്ന റോമക്കാരെ യഹൂദന്മാരെയൊക്കെ അന്ന് ഭസ്മമാക്കിയാനെ. ഏലിയാവിന്റെ ദൈവമാണ് ആ ദൈവം. പക്ഷെ ദൈവം അത് ചെയ്തില്ല, കർത്താവ് അത് ചെയ്യാൻ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് അവന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചു. ഇപ്പൊ തോന്നുന്നത് എന്താണ്? മാനവരാശിയെയും ഇസ്രായേലിനെയും ഒക്കെ ദൈവം അവര് അവിശുദ്ധിയോടെ നടന്നതുകൊണ്ട് ദൈവത്തിന് അവരിൽ നിന്ന് മാറേണ്ടിയായിട്ട് വന്നു. അപ്പോൾ കർത്താവ് പറയാണ്, നീ എന്നെ കൈവിട്ടതെന്ത്? കൈവിട്ട ഒരവസ്ഥ പോലെയാണ് തോന്നുന്നത്. പക്ഷെ കൈവിട്ടത് ആർക്ക് വേണ്ടിയാണ്? നീ ഇവർക്ക് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ടാണ് കൈവിട്ടത്. നീ ഇവർക്ക് വേണ്ടി അപേക്ഷിച്ചില്ലേ ഇവരോട് ക്ഷമിക്കണമേ എന്ന്? അല്ലെങ്കിൽ അപ്പം തന്നെ കൊടുത്തേനെ. അപ്പൊ ആ കൈവിട്ടപ്പെട്ട അവസ്ഥയിലും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് എൻ്റെ ആത്മാവിനെ ഞാൻ സാത്താന്റെ കയ്യിലല്ല ഏൽപ്പിക്കുന്നു. സാത്താൻ അവിടെ നിൽക്കുന്നുണ്ട്, എന്തായിരിക്കും അവന്റെ റെസ്പോൺസ് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ടെസ്റ്റിംഗ്. പക്ഷെ കർത്താവ് ട്വിസ്റ്റിങ്ങിലൊന്നും പോയില്ല. കർത്താവ് നേരെ കർത്താവ് തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. എങ്കിലും ദൈവത്തെ പരീക്ഷിക്കാൻ കർത്താവ് തയ്യാറല്ല. കർത്താവിന് വേണമെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കാമായിരുന്നു, അല്ലേ? ദൈവനെ രക്ഷിക്കാൻ വരുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് പകരം ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് ആ അവസ്ഥയിലും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ദൈവത്തിന്റെ പുത്രൻ അവന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാ യഹൂദന്മാരും എല്ലാ അന്യജാതിക്കാരെയും അവനെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിന്റെ കരങ്ങളിലേക്ക്. ദൈവം ആ യാഗം സ്വീകരിച്ചു. അതുകൊണ്ടാണ് കർത്താവിനെ മൂന്നാമത്തെ ദിവസം ഉയർപ്പിക്കാൻ സാധിച്ചത്. കാരണം അവന് പാപമില്ല, അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നവനാ. അവൻ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലും എന്നിലും വ്യാപരിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് നമ്മളെ കർത്താവ് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുത്തും. അകത്ത് നിന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴേ, അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ പൂർണ്ണ രൂപാന്തരം നടക്കും. ആ പൂർണ്ണ രൂപാന്തരം നടക്കുന്ന കർത്താവ് വരുന്ന ആ സമയത്ത് നമ്മുടെ ശരീരങ്ങളെ മാറിപ്പോകും, പുതിയ ശരീരങ്ങളായിരിക്കും. കർത്താവ് യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് എന്തിനെ തോൽപ്പിച്ചു? ശാപത്തെ തോൽപ്പിച്ചു. ശാപത്തെ ആ മരണത്തിന്റെ സമയത്ത് തന്നെ തോൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ശാപത്തിന്റെ കാരണമാണ് പാപം. ആ പാപത്തിന്റെ ക്ഷമ കർത്താവ് മേടിച്ചെടുത്തതിലൂടെ ശാപത്തിന്റെ എഫക്റ്റ് കർത്താവ് തോൽപ്പിച്ചു. മരണത്താൽ തോൽപ്പിച്ചു. സാത്താനെ തോൽപ്പിച്ചു. വെറുപ്പിനെ തോൽപ്പിച്ചു. ഇതൊക്കെ ക്രൂശി കിടക്കുമ്പോൾ കർത്താവിന് കിട്ടിയ ജയങ്ങളാണ്, കർത്താവിന് കിട്ടിയ ട്രോഫീസ് ആണ്. ക്രൂശി കിടക്കുമ്പോൾ കർത്താവ് എന്തിനെയൊക്കെ തോൽപ്പിച്ചു? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപത്തെ തോൽപ്പിച്ചു. പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ തോൽപ്പിച്ചു. ദൈവത്തിന്റെ ക്രോധത്തെ സഹിച്ചിട്ട് ഇല്ലാതാക്കി. ദൈവത്തിന്റെ ക്രോധത്തെ തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ സഹിച്ച് ഇല്ലാതാക്കാൻ പറ്റും. മനുഷ്യന്റെ ഘൃണ, വെറുപ്പിനെ തോൽപ്പിച്ചു. സാത്താന്റെ ആ കള്ളക്കളി ഉണ്ടോ, മറ്റു മനുഷ്യരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ന്യായപ്രമാണം വെച്ചിട്ട്, അതിനെ തോൽപ്പിച്ചു. സാത്താനെ തോൽപ്പിച്ചു. അവനെ ഇനി ശിക്ഷാവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കാരണം എന്താണ്? അവനിനി പാപക്ഷമയില്ല. കാരണം മനുഷ്യരുടെ പാപം ദൈവത്തിന് യേശുക്രിസ്തുവിൽ കൂടെ ക്ഷമിക്കാം. സാത്താന്റെ പാപം ക്ഷമിക്കേണ്ട ആവശ്യമില്ല. സാത്താൻ ഇനി ഡയറക്റ്റ് ആയിട്ട് പാപക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കേണ്ട കാര്യവും ഇല്ല. കാരണം മനുഷ്യന് വേണ്ടി ദൈവം ഒരു മാർഗം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ്. സാത്താന് സ്വർഗദൂതനായിരിക്കുന്ന പോലെ സ്വർഗദൂതനായിട്ടല്ലല്ലോ യേശു ക്രിസ്തു മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാത്താന്റെ പാപം ദൈവത്തിന് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി സാത്താനെ ആരെയാണ് കൊന്നത്? അവന്റെ അപ്പനെ, അവന്റെ സൃഷ്ടാവിനെയാണ് കൊല്ലുന്നത്. പാട്രിസൈഡ് ന്യായപ്രമാണ പ്രകാരം എന്താണ്? മരണശിക്ഷ അർഹിക്കുന്ന ഒരു ഒഫൻസാണ്, ഒരു ക്രൈമാണ്. അപ്പൊ അവന്റെ പിതാവിനെയാണ് അവൻ കൊല്ലുന്നത്. അവനെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെയാണ് അവൻ കൊല്ലുന്നത്. ഇനി സാത്താന്റെ ശിക്ഷാവിധിക്കുള്ള കാര്യങ്ങളായി. മാത്രമല്ല മനുഷ്യരുടെ രക്ഷയ്ക്കുള്ള കാര്യങ്ങളുമായി കർത്താവ് ഇതിനെല്ലാം തോൽപ്പിച്ചു. സാത്താനെ തോൽപ്പിച്ചു. സാത്താന് മനുഷ്യന്റെ മേലെ ഉണ്ടാക്കി വെച്ചിരുന്ന അടിമത്തത്തെ തോൽപ്പിച്ചു. മനുഷ്യന്റെ ന്യായപ്രമാണത്തെ തോൽപ്പിച്ചു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ ആ ന്യായപ്രമാണത്തെ കുറെ മിസ്കോട്ട് ചെയ്ത് പല രീതിയിലൊക്കെ ആക്കിയെടുത്തില്ലേ? അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ പറ്റിയത്. അതിനെ തോൽപ്പിച്ചു. ന്യായപ്രമാണത്തിന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷാവിധിയെ കർത്താവ് ജയിച്ചു. ദൈവത്തിന്റെ ക്രോധത്തെ സഹിച്ച് ഇല്ലാതാക്കി. പാപത്തെയും ശാപത്തെയും ജയിച്ചു. മരണത്താൽ നീക്കി, മരണത്തെ തോൽപ്പിച്ചു.
ഇത്രയും കാര്യങ്ങൾ, ഒരു 10ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കർത്താവ് തോൽപ്പിച്ചു. കർത്താവ് കാൽവറി ക്രൂശിൽ വെച്ച് തന്നെ അതിൻ്റെ മേലെ ജയമെടുത്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്തിനെയൊക്കെ തോൽപ്പിച്ചു? മരണത്തെ ജീവനാൽ തോൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസ് അവന്റെ മേലെ വിധിച്ച വിധിയെ തോൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന്റെ ദുഷ്ടതയെ തോൽപ്പിച്ചു. അപ്പോ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് ദ്രവത്വത്തെയും തോൽപ്പിച്ചു. ഇനി ദ്രവത്വമില്ല, കർത്താവിന്റെ ശരീരത്തിന് ഇനി ദ്രവത്വമില്ല. കർത്താവ് വിശ്വസിക്കുന്ന നമുക്കും എന്തില്ല? ദ്രവത്വമില്ല. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ജയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഇല്ലേ? നമ്മൾ പാപത്തെ ജയിച്ചു, ശാപത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ദ്രവത്വത്തെ ജയിച്ചു, ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയെ നമ്മൾ ജയിച്ചു, ദൈവത്തിന്റെ ക്രോധത്തെ നമ്മൾ ജയിച്ചു കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. നമ്മൾ വെറുപ്പിനെ സ്നേഹത്താൽ ജയിച്ചു. നമ്മൾ കർത്താവിൽ ഇരുന്നുകൊണ്ട് സാത്താനെ തോൽപ്പിച്ചു. സാത്താന്റെ അടിമത്തത്തിലല്ല നമ്മൾ ഇനി. സാത്താൻ ഇനി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയില്ല നമ്മളെ. അവന്റെ ആ അധികാരത്തെ, നമ്മളെ അധീനരാക്കിക്കൊണ്ടിരുന്ന ആ അധികാരത്തെ നമ്മൾ തോൽപ്പിച്ചു. നമ്മൾ ദൈവവുമായി നല്ല ബന്ധത്തിലെത്തി. ഇത്രയും ജയങ്ങൾ ദൈവം നമുക്ക് തന്നു. നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതിന്. നമ്മൾ അർഹിക്കുന്നില്ല. അത് അർഹിക്കാത്ത ഒരവസ്ഥ ദൈവം നമുക്ക് തന്നിരിക്കുക. ഇനി വരാനിരിക്കുന്ന രാജ്യത്തിൽ ദ്രവത്വം നമുക്കുണ്ടാവില്ല. നമ്മൾ ദ്രവത്വത്തെ തോൽപ്പിച്ചു. പുതിയ സൃഷ്ടിയായി നമ്മൾ തീർന്നിരിക്കുകയാണ്. നമുക്ക് ഇനി കർത്താവിനോട് കൂടെ, കർത്താവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉയർത്തെഴുന്നതിന് ശേഷം വാഴാനായിട്ട് സാധിക്കും. നമ്മൾ പുരോഹിതന്മാരായി, ദൈവത്തിൻ്റെ രാജാക്കന്മാരായി, ദൈവത്തിൻ്റെ അവകാശികളായി ആ രാജ്യത്തിൽ വാഴുവാനായിട്ടിടയാണ്. ആ രാജ്യത്തിൽ സ്നേഹമായിരിക്കും നമ്മളെല്ലാവരും കൂടെ സംസാരിക്കുന്ന ഭാഷ. ആ രാജ്യത്തിൽ ഒരു മൃഗവും മറ്റു മൃഗത്തെ കൊല്ലില്ല. മരണമില്ല. അപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡ് കിട്ടൂല. ഇപ്പോഴേ കഴിച്ചോളി, കഴിക്കേണ്ടതൊക്കെ. അവിടെ നോൺ വെജ് ഉണ്ടാവില്ല. കാരണം എന്താണ്? മരണമില്ല, ദ്രവത്വം ഇല്ല. മാത്രമല്ല ഹിംസ ഇല്ല. യെശയ്യാവ് പറയുന്നത് ആ രാജ്യം വരുമ്പോൾ കരടി, സിംഹം ഇങ്ങനെയുള്ള കാട്ടുജീവികളൊക്കെ, പശു, മാൻകിടാവ് ഇതിൻ്റെ കൂടെയൊക്കെ നോർമലായിട്ട് ജീവിക്കും, ഉപദ്രവിക്കാതെ. പശു പുല്ല് തിന്നുന്നു, സിംഹവും അന്ന് പുല്ലായിരിക്കും തിന്നുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു രാജ്യം, അതുപോലൊരു രാജ്യം. ഒരു പാമ്പിൻ്റെ മാളത്തിനകത്തോട്ട് കുട്ടി കൈയിട്ടാൽ പാമ്പ് കടിക്കൂല. അങ്ങനെ ഒരു രാജ്യം. അതാണ് സ്നേഹത്തിൻ്റെ രാജ്യം. അതാണ് ഇനി ദൈവം വരുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുന്നത്. നമ്മളെ അധികം സ്നേഹിക്കുന്നവരാക്കി തീർക്കാൻ, കർത്താവിനെ പോലെയുള്ള വ്യക്തികളാക്കി നമ്മളെ തീർക്കാൻ. അതിൽ നമ്മൾ സങ്കടപ്പെടും. പക്ഷെ ആ സങ്കടങ്ങളെ അതിജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അകത്തുണ്ടെങ്കിൽ, ദൈവമായിട്ട് അവന് ബന്ധമുണ്ടെങ്കിൽ, ഏതവസ്ഥയിലും അവന് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ആ സന്തോഷം ദൈവം നിങ്ങൾക്കും തെരുമാറാകട്ടെ. ഒന്നുകൂടെ ഞാൻ പാടാം. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും. എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്.
എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നും. നിങ്ങളെ വീണ്ടെടുത്ത ദൈവം, നിങ്ങളുടെ പ്രാണവല്ലഭൻ നിങ്ങളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും സന്തോഷിക്കുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക.